ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഒരു സർപ്രൈസ് കൊടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അനുരേഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അനുരേഷേട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഡോറിൻ്റെ ഹോളിൽ കൂടെ എടുത്തൊരു വീഡിയോ ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സുജിനേച്ചി ആണെങ്കിൽ പുറകിൽ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുരേഷേട്ടൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോറൊക്കെ തുറന്നു അവരകത്തോട്ട് കയറി. അപ്പോൾ ആകെ ചമ്മിയിരിക്കുകയാണ്. അനുരേഷേട്ടന് ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ പുറത്താണ് പോയത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അനുരേഷേട്ടൻ പറഞ്ഞ അനുരേഷേട്ടൻ ഈ തവണത്തെ ബർത്ത്ഡേക്ക് ഒത്തിരി കേക്ക് കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നമ്മളിനി എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് സാൽമയിൽ തന്നെയുള്ള ഫറീജിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അനുരേഷേട്ടൻ്റെ വണ്ടിക്കാണ് പോയത്. അപ്പോൾ ഇതാണ് ഫറീജ് കേട്ടോ. അപ്പം ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിനൊക്കെ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര ബിസി ആയിരുന്നു അവിടെ. അപ്പം ഒരു ടി വി കണ്ടോ, ഇതൊരു പഴയ മോഡൽ ടി വി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് എടുത്തതാണ്. അപ്പോൾ ഓർഡർ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മട്ടൺ മജ്ബൂസും പിന്നെ ചിക്കൻ മജ്ബൂസും പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെയൊക്കെ ഒരു പ്ലാറ്ററുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാലഡൊക്കെയാണ്. അപ്പോൾ ഈ പച്ച കളറിലുള്ള സാലഡായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല എരിവായിരുന്നു അതിന്, നല്ല ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ കാന്താരി ചമ്മന്തിയൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് വരുന്നത് വരെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ ചിക്കൻ മജ്ബൂസ്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ ഫുഡിന്. റൈസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം ഞങ്ങളിതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു സാൽമിയയിൽ ഒത്തിരി പേര് ഫറീജിലൊക്കെ പോയി കഴിക്കുന്നവരുണ്ട്. അപ്പം സാൽമിയയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു വട്ടം ഫറീജിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വട്ടമാണ് ഇതിവിടെ പോയി കഴിക്കുന്നത് ഇപ്പോഴേ. അപ്പം നമ്മുടെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു തക്കാളി ചട്നിയും കൂടെ കഴിക്കുന്നുണ്ട്. അതിനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അവിടുത്തെ. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാലഡ് പോലെ അവർ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഡ്രിങ്ക്സ് ആയിട്ട് 7-അപ്പും മിറാണ്ടയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആരെങ്കിലുമൊക്കെ മജ്ബൂസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ, അറബിക് ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും കേട്ടോ ഫറീജിലൊക്കെ ഒന്ന് പോയി കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു അറബിക് കോഫി ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് ഗാവ എന്നാണ്. അപ്പോൾ അത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുട്ടികൾക്ക് ഒന്നും അവർ കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ വലിയവർ മാത്രമാണ് മേടിച്ച് കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നുകിൽ ഡേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സിൻ്റെ കൂട്ടത്തിലാണ് അത് അവർ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കളറ് ഞാൻ കാണിച്ചു തരാവേ, ഗ്ലാസ്സിൻ്റെ അടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള സ്വീറ്റ്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് നേരെ അബ്ബാസിലേക്കാണ്. അപ്പോൾ സുജിനേച്ചിയും സന്തോഷേട്ടനും ഉണ്ണിക്കുട്ടനും ഒക്കെ താമസിക്കുന്നത് അബ്ബാസിയിലാണ്. അപ്പോൾ അവരെ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം നിന്നില്ല. ഞങ്ങൾ അവരെ കൊണ്ടാക്കി റോട്ടിൽ നിന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. വീട്ടിലോട്ടൊന്നും കയറിയില്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ സാൽമയ്ക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സാൽമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് സാധനമൊക്കെ മേടിക്കാൻ. ഇത് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെയാണ് മഞ്ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.